അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്താൻ UP സർക്കാരിന് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ കൂടി. അവന്തികയുടെ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണ് കർശന നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. നിലവിലത്തെ പ്രത്യേക ത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം ഇന്ന് എന്തായാലും സുപ്രീം കോടതി UP സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള അന്വേഷണം കോടതി നിരീക്ഷിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്തായാലും ഇന്ന് സുപ്രീം കോടതി നൽകിയത്. അതോടൊപ്പം തന്നെ നിലവിലെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തത്സമയ റിപ്പോർട്ട് അറിയിക്കണമെന്നും സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് രണ്ടാഴ്ചയ്ക്കകം തന്നെ തത്സമയ റിപ്പോർട്ട് സുപ്രീം കോടതിയെ അറിയിക്കണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഇനി അങ്ങോട്ടുള്ള അന്വേഷണം കൃത്യമായി തന്നെ നിരീക്ഷിക്കുമെന്നുള്ള മുന്നറിയിപ്പും അതിനു പുറമെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്തണമെന്ന കർശന നിർദ്ദേശവും സുപ്രീം കോടതി UP സർക്കാരിന് നൽകിയിരിക്കുന്നത്. അവന്തിക. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.